വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ചാനൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആൻഡ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ചാൻ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 10 ക്വസ്റ്റ്യൻ ചാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് സ്പോട്ടിൽ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ആരാണ് പാർട്ട്ണറെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്ന കാര്യം. റെഡി സെറ്റ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചോ. My favorite color. സിമ്പിൾ ബ്ലൂ അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടോ ക്വസ്റ്റ്യൻ. ഇച്ചായൻ്റെ കൂടെ എനിക്ക് പോകാനായിട്ട് ഇഷ്ടമുള്ള, ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലം. അതായത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് അവിടേക്ക് പോകണം. കന്യാകുമാരി. അവർക്ക് ഓർമ്മിച്ചാൻ പറഞ്ഞത് കേൾക്കുന്നത് കന്യാകുമാരി. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കന്യാകുമാരി. ഭയങ്കര അത് ഞാൻ അവിടേക്ക് പോരുന്ന സമയത്ത്, ഇപ്പോഴും അവിടെ കാറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോരുന്ന സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. അപ്പം ഇങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര രസമാണ്. എനിക്ക് അവിടേക്ക് അതിനോട് പോകാൻ ഭയങ്കര ഇഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. My favorite hobby. ശരിക്കും ഹോബി എനിക്ക് തോന്നുന്നു ഡ്രോയിങ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഡ്രോയിങ് അല്ല, പാട്ട് പാട്ട് കേൾക്കാന്നുള്ളതായിരിക്കും. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഫേവറേറ്റ് സിംഗർ ആരാ? ഇതിനേക്കാളും സിമ്പിൾ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല ചോദിച്ചത്. ശ്രീമാൻ മൈ ഫേവറേറ്റ് സിംഗർ. Why you love me? അശ്ശോ, പെട്ടു. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്താ, ചാൻ ഭയങ്കര കെയറിങ് ആയിരുന്നു. കോഴിയാണെന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനൊരു പോരായ്മയായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. കെയറിങ് ഉള്ളത് കൊണ്ടാണ് ഉറപ്പില്ലാത്തത്. വേറെ ഒന്നുമല്ല. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. വൈ യു ലവ്, ഞാൻ ചോദിക്കാം. വൈ യു ലവ് മീ? കേടോ, കല്യാണം കഴിഞ്ഞ് എടുത്തു ഗോപാലൻ. അല്ലാതെ എനിക്കൊരു പോസിറ്റീവ് ഇല്ല. ചായയുടെ ഉപ്പ് അല്ലെങ്കിൽ. നാലാമത്തെ ചോദ്യം. റിലേഷൻഷിപ്പ് ഇയേഴ്സ്, എത്ര നാളായി നമ്മുടെ റിലേഷൻഷിപ്പ്? അതായത് പ്രേമിച്ച് തൊട്ട് കല്യാണം കഴിഞ്ഞ് ഇവിടെ 9 years. അറിയാൻ വേണ്ടി ചോദിച്ചത്. അതെനിക്കറിയാം. അതായത് എങ്ങനെയുള്ള ഒരാളിനെ കല്യാണം കഴിക്കും എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ല കേട്ടോ, അറിവ് വന്നതിന് ശേഷമല്ല, അതിന് മുൻപ് എനിക്ക് കുറച്ച് ഇങ്ങനെ ലിസ്റ്റ് ഓഫ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് പറയാൻ പറ്റുമോ? മനസ്സിലായില്ല? അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, വ്യക്തമായിട്ട് പറയണേ, ഞാൻ പറയാം, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭാവി കെട്ടിയവനാവാൻ പോണ ചെക്കനെ പറ്റി നമുക്ക് കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതെന്തായിരുന്നു? എപ്പോഴും പുറത്ത് പോകണം, ഫുഡ് അടിക്കണം. അതൊന്നുമല്ല. ഗ്ലാമറുള്ള ചെക്കനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇതൊന്നുമല്ലേ? ഇതൊന്നുമല്ല. കിട്ടില്ല. ചിരിക്കരുത്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. വിജയുടെ ലുക്ക് ഉണ്ടാവണം. സൽമാൻ ഖാന്റെ ബോഡി ഒന്നും പ്രശ്നമില്ല. മറ്റേ നമുക്ക് മറ്റേ ജയൻ രവി അല്ല
ജയൻ രവിയുടെ പോലെ അല്ല, ലുക്കല്ല കേട്ടോ, ലുക്ക് ജയൻ രവിയുടെ പോലെ ആയിരിക്കണം. അല്ലു അർജുന്റെ പോലെ ഡാൻസ് കളിക്കണം. പിന്നെ മറ്റേ വിജയുടെ പോലെ ഇങ്ങനെ കെയർ. അത് കളിക്കും, ഡാൻസ് കളിക്കും. ബിയർഡ് നമ്മളെ കളിക്കണം. അതാളെ എന്റെ കൂടെ പോയി കളിക്കും. ഇതൊക്കെയായിരുന്നു എന്റെ കൺസെപ്റ്റ്. അതെങ്ങനെ 10ാം ക്ലാസ് വരെ കേട്ടോ. പിന്നെ അറിവ് വന്നതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ അങ്ങ് മാറി. 5ാം ക്ലാസ് ട്രാവലിംഗ് ഇഷ്ടമാണോ? അത് ഇച്ചായനോ? നിന്നോടാണ്. അതല്ല, ഇച്ചായന് ഇഷ്ടമാണോന്നാണോ എനിക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണോ ഇച്ചായനും ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം, എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? എൻ്റെ കംഫേർട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇരിയാടിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എൻ്റെ കംഫേർട്ട് ഫുഡ് ഏതാണ്? എൻ്റെ കംഫേർട്ട് ഫുഡ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിക്കാം. ചോറും പരിപ്പ്. ചോറും പരിപ്പ് കറി. എന്തുകൊണ്ട് നീ എറണാകുളത്ത് നിന്ന് ചക്കരക്ക് എത്തി? അത് ഞാൻ പെട്ടുപോയതാണ്. ഇത്ര ചെറുതാക്കി പറയരുത്, അല്ല, തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ താൻ എറണാകുളത്തായി പോയി, അത്ര വ്യത്യാസം വരും. താൻ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരുന്നു എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ. എറണാകുളം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പൊ പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഞാൻ എറണാകുളത്തേക്ക് വരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അതൊരു ലോങ് സ്റ്റോറിയാണ്. ഒരു 3-4 പേര് വഴി തെറ്റിച്ചു. ഞാൻ ആ കഥ പറഞ്ഞുതരാം. എനിക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും റീനുവും കൂടിയിട്ട് ഞങ്ങളുടെ സെക്കൻഡ് സെം എക്സാം കഴിഞ്ഞ് ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സാവോ എന്തോ ഉണ്ടായി. ട്രെയിൻ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ബസ്സിന് വരണം. എങ്ങനെയായോ ഇത് ട്രെയിനാണ് ഞങ്ങൾ സ്ഥിരം വന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ബസ് കയറേണ്ടത്, എവിടെ നിന്നാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം. ആ സമയത്ത് മെട്രോന്റെ പണി നടക്കുന്ന സമയമാണ്. മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അല്ല, പില്ലേഴ്സൊക്കെ വരുന്നുള്ളൂ തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ വഴി തെറ്റി നടന്നിട്ട് ഓരോ മനുഷ്യരോടും ഞങ്ങൾ വഴി തെളിച്ചു ചോദിച്ചു. ഓരോരുത്തരും ഞങ്ങൾക്ക് തോന്നി വഴി പറഞ്ഞു തന്നു. അവസാനം ഞങ്ങളൊരു ബസ് കിട്ടി. ബസ്സിൽ കയറി. ആ കണ്ടക്ടർ വരെ ഞങ്ങളെ ചതിച്ചു എന്നുള്ളത്. അങ്ങനെ എൻ്റെ പൊന്നെ, എപ്പോഴാ തിരിച്ചിരിങ്ങാല കൂടെ എത്തിയെന്ന് എനിക്ക് മാത്രം. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചത് എറണാകുളം. ഇന്നിപ്പോ എറണാകുളത്ത് എത്ര നാള്? 7 വർഷം. അഹങ്കാരം നിൽക്കണം. ഞാൻ ചോദിക്കാം, എനിക്ക് ബൈക്കിൽ പോകണതാണോ കാറിൽ പോകണതാണോ കൂടുതൽ ഇഷ്ടം? ഇപ്പൊ കാറിൽ പോകണ ഇഷ്ടം. ശരി, നല്ല മടിയുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പിള്ളേരും കൊണ്ട് പോകുമ്പോ കാറിൽ പോണതാണ് കംഫർട്ടബിൾ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞമാര് അതെ, അതുകൊണ്ടാണ്. നമ്മ രണ്ടുപേര് മാത്രം എന്നാണെങ്കിൽ ഞാൻ ബൈക്കിൽ നോക്കിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്റെ ചെരുപ്പിന്റെ സൈസ് എത്ര? 9. എനിക്ക് എത്ര കുട്ടികൾ വേണമെന്നാണ് എന്റെ ആഗ്രഹം? 2. അത് ശരിയാ? 5. പണ്ട് 5 ഇപ്പൊ 2. 3 ആൾക്കാം. ഇല്ല, 3. 4 ഇല്ല, 3. പണ്ട് 5 ഇപ്പൊ നമ്മൾ വീട്ടിൽ കുറച്ച്. അങ്ങനെ നമ്മുടെ മീറ്റ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? പാവ പോയി. ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ തന്നെ മുടി കയ്യില് കൈമുടിയിലേക്ക് പോകും. ഓക്കെ, അപ്പം എന്താണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് നമ്മൾ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.